ഹലോ ഗൈസ്. ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇൻ ഫ്രണ്ടിൻ്റെ വീട്. അപ്പോൾ എല്ലാവരും കൂടെ തലേദിവസം തന്നെ പ്ലാൻ ചെയ്ത് കെട്ടി ഒരുങ്ങി അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ പാലക്കാടത്തെ ചൂട് അറിയാലോ. അപ്പോൾ ആ വെയിലത്ത് ക്ഷീണിച്ച് വലഞ്ഞ് നേരെ മമ്മി ഫുഡ് എന്ന് പറഞ്ഞിട്ടാണ് കയറിയത്. അപ്പോൾ ആൻറ്റി ഞങ്ങൾക്ക് നല്ല മാംഗോ ഷേക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കയറി ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ അവളുടെ റൂമിൽ പോയി എല്ലാവരും ഓരോ സീറ്റൊക്കെ ഫിക്സ് ചെയ്തു. പിന്നെ എല്ലാവരും പോയ പരിപാടി തുടങ്ങി തിന്നൽ. അതിന് വേണ്ടിയിട്ടാണ് മെയിനായി പോയത്. പിന്നെ ആൻറ്റി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പോയതും കുറേ സ്നാക്സും ഒക്കെ എടുത്ത് തന്നുകൊണ്ട് എല്ലാവരും ഇരുന്ന് തിന്നാൻ തുടങ്ങി. പിന്നെ ഈ പോയ ദിവസത്തിൻ്റെ തലേ ദിവസം അന്ന് ഈ കൂട്ടത്തിൽ ഒരുത്തീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ മീറ്റ് ചെയ്തില്ല. പക്ഷെ ഇപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവരും കൂടെ മീറ്റ് ചെയ്തതുകൊണ്ട് വിചാരിച്ചു അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട്. ആദ്യം ഞങ്ങൾ കേക്കൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വിചാരിച്ചു എന്തെങ്കിലും ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന്. എന്നിട്ട് ഞങ്ങൾ രാത്രി തന്നെ എല്ലാവരും അവളുടെ കൂടെയുള്ള സിംഗിൾ പിക്കൊക്കെ കണ്ടുപിടിച്ച് സെറ്റ് ചെയ്ത് എന്നിട്ട് അത് പിറ്റേ ദിവസം രാവിലെ പ്രിൻ്റൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്തു. എല്ലാം പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരുടെയും കൂടെയുള്ള സിംഗിൾ പിക്കൊക്കെ ആഡ് ചെയ്ത് ഒരു ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ കൊടുത്തു. പിന്നെ അവളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഇല്ല, ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞല്ലേ. അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഇല്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എല്ലാവരും കൂടെ മീറ്റ് ചെയ്യുന്ന ഡേ അല്ലേ, അപ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്തായിരുന്നു. പിന്നെ ഈ പരിപാടി അതായത് ഞങ്ങൾ 4th ഇയറിൻ്റെ ഉള്ളിൽ ഓൾമോസ്റ്റ് എല്ലാവരുടെ വീട്ടിലും പോയിട്ടുണ്ട്. പക്ഷേ അവളുടെ പേരാണ് നമിത. അവളുടെ വീട്ടിലൊന്നും ദൂരം ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പോയിട്ടേ ഇല്ല. അപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ ജോലിക്ക് കയറുന്നതിന് മുന്നേ എല്ലാവരുടെയും വീടൊക്കെ കാണണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അവളുടെ വീട്ടിൽ പോകുന്ന ദിവസമായിരുന്നു ഇന്ന്. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ആ ഫ്രെയിമൊക്കെ പിടിച്ചിട്ട് അങ്ങനെ കുറേ പിക്കൊക്കെ എടുത്തു. പിന്നെ എല്ലാവരും കുറച്ച് പുറത്ത് പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് നോക്കി. പക്ഷെ നല്ല വെയിലായിരുന്നു. കരിഞ്ഞു പോകണ്ടെന്ന് വെച്ച് എല്ലാവരും തിരിച്ചുള്ളിലേക്ക് തന്നെ കയറി. ഇനിയാണ് മെയിൻ പരിപാടി. ആൻറ്റി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ദം ബിരിയാണി, ചിക്കൻ കറി, സാലഡ്, അച്ചാർ, കുറേ ഫ്രൂട്ട്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ മെയിൻ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്നു ഫുഡൊക്കെ കഴിക്കാൻ. നിലത്തിരുന്നിട്ട് എല്ലാവരും ഇങ്ങനെ റൗണ്ടിലിരുന്നിട്ട്, അത് ഞങ്ങൾ കോളേജ് പഠിക്കുമ്പോൾ മുതലേ ഉള്ളതാണ്. ഇങ്ങനെ ക്ലാസ്സിലാണെങ്കിലും ഇങ്ങനെ നിലത്തിരിക്കും. എന്നിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് കൈയിട്ട് വാരിയിട്ട് കഴിക്കലാണ് പതിവ്. അപ്പം അങ്ങനെ നിലത്തൊക്കെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. നല്ല ഫുഡായിരുന്നു. അപ്പോൾ എല്ലാവരും അതൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങളുടെ റൂമിലേക്ക് തന്നെ തിരിച്ചു പോയി. പിന്നെയും കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ വിചാരിച്ചു ഫോട്ടോസൊന്നും എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അപ്പുറത്തുള്ളൊരു പാടത്തേക്ക് പോയി. എന്നിട്ട് അവിടെ പോയിട്ട് കിടന്നും ഇരുന്നും ഒക്കെ ഫോട്ടോസ് എടുക്കലായി, വ്ളോഗ് എടുക്കലായി, അങ്ങനെയൊക്കെയായി. പിന്നെ ഞങ്ങൾ ഇങ്ങനെ വല്ലപ്പോഴും ഇപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് 1 മന്തോളമായി. അപ്പോൾ എപ്പോഴും മീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ മീറ്റ് ചെയ്ത് എല്ലാ ഹാപ്പിനെസ്സും എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ അവിടെ ഒരു വീട്ടിൽ നിറയെ ചാമ്പയ്ക്ക ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ മാങ്ങയും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ചാമ്പയ്ക്ക കണ്ടത് ഞങ്ങൾ ആ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചിട്ട് കുറേ ചാമ്പയ്ക്കൊക്കെ പറിച്ചു. കുറേ പറിക്കണതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ഇങ്ങനെ മടിയിലൊക്കെ കുറേ വെച്ച് കഴിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു വരാൻ സമയമായതുകൊണ്ട് വീണ്ടും അവളുടെ വീട്ടിലേക്ക് തന്നെ കയറി. അപ്പോൾ അത്രയേ ഉള്ളൂ.